ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ കടന്നു വരുവാൻ കൃപാലുവായ ദൈവം അനുവദിച്ചു തോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇങ്ങനെ ഒരവസരം നൽകിയ അഡ്മിന്മാർക്കും സേവയിലായിരിക്കുന്ന എല്ലാവർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ആടെന്നുള്ളതായ വിഷയത്തോട് അനുബന്ധിച്ച് അല്പമായി നാം ചിന്തിച്ചു. യേശു ക്രിസ്തു ആട് ആകുന്നു, അതുപോലെ തന്നെ ഇടയനുമാകുന്നു. സ്തോത്രം. ഇനി താരതമ്യ പഠനങ്ങൾ, അതിലൂടെയുള്ള സന്ദേശങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 4 ഉദ്ദേശ പദ്ധതികൾ എന്താണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് നാം നമ്മുടെ എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. 27 വായിക്കുന്നു: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം നാം നമ്മുടെ എന്ന് പറഞ്ഞിരിക്കുന്നതും ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്താണ് എന്നുമുള്ളതായ വിഷയങ്ങളാണ് സംസാരിക്കേണ്ടത്. വളരെ ആഴമായിരിക്കുന്ന ആലോചനകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദൈവപരിജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയുവാനുള്ളതായ ആഴമായ ആലോചന ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. എബ്രയ മൂലഭാഷയിൽ ദൈവത്തിന് എലോഹിം എന്ന ബഹുവചന രൂപം കൊടുത്തിരിക്കുന്നു എന്ന് വാദിക്കുന്നത് കൊണ്ട് 3 ആളത്വങ്ങൾ ചേർന്നാണ് നാം നമ്മുടെ എന്നുള്ള വാക്യത്തിൽ അല്ലെങ്കിൽ നമ്മിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമാക്കുന്നു എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്താണതിൻ്റെ വാസ്തവമെന്നാണ് അല്പം നമുക്ക് ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. നാം നമ്മുടെ അല്ലെങ്കിൽ നമ്മിൽ എന്ന പ്രയോഗം എങ്ങനെയെല്ലാം ഉപയോഗിക്കപ്പെടുന്നു എന്ന് നാം അറിയണം. ഒരു കൂട്ടത്തെ സംബോധന ചെയ്യുവാൻ നാം എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ബഹുത്വ അധികാരം ദൈവത്താലും മനുഷ്യനെ ഏൽപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് ഈ നാം നമ്മുടെ എന്നുള്ളതായിരിക്കും നമ്മിൽ എന്നുള്ള പദം ഉപയോഗിക്കുവാൻ കഴിയും എന്നാണ് ഇസ്രായേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 18-21 വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. അതുകൊണ്ട് സകലവും സൃഷ്ടിച്ച ദൈവത്തിന്, സർവ്വഭൂമിയുടെയും രാജാവായ ദൈവത്തിന് നാം നമ്മിൽ എന്നൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? ആയതിനാൽ ദൈവം ത്രിയേകനാകുമോ? അതേ ഏകനാകുമോ? ഇനി നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുന്നത് കൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആര്? അപ്പോൾ ഇതിനെ വിശകലനം ചെയ്താണ് നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ അവർ വാദിക്കുന്നു, ത്രിയേക ദൈവം എന്നുള്ള സൂചന, ആ സത്യം ഈ വാക്യത്തിൽ അടക്കം ചെയ്തിരിക്കുന്നു എന്ന് വാദിക്കുന്നവർ ധാരാളമുണ്ട്. നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ത്രിയേകൻ എന്നുള്ള പദം അല്ലെങ്കിൽ ത്രിയേകത്വം എന്നുള്ള പദം ഇംഗ്ലീഷിൽ ട്രിനിറ്റി എന്നും
ട്രീസ് യൂണിറ്റാസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് ത്രിയേകത്വം എന്നുള്ള പദമുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പദം, ത്രിയേകൻ എന്നുള്ളതായിരിക്കുന്നൊരു പദം ബൈബിളിലുണ്ടോ? ദൈവം ത്രിയേകനെങ്കിലും ഏകനായും പ്രവർത്തിക്കുന്നു എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ അല്പനേര ചിന്തയ്ക്കായി നാം മാറ്റിവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഒന്നാമതായി ജോബിൻ്റെ പുസ്തകം അതിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 4 അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യങ്ങൾ വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണോ ദൈവമെന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24 പറയുന്നു ദൈവം ആത്മാവാകുന്നു. അപ്പോൾ യോബിൻ്റെ പുസ്തകം ഈ 32-ാം അധ്യായത്തിൻ്റെ 8 സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം തരുന്നു, അവൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു എന്നൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനം 33-ാം അധ്യായത്തിൻ്റെ 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ വായിലെ ശ്വാസത്താൽ അവയിലെ സകല സൈന്യവും ഉളവായി എന്ന് എഴുതിയിരിക്കുന്നതായി കാണാം. അപ്പം സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് കാണുന്നു. 2 ദൈവത്തിൻ്റെ ആത്മാവ് സൃഷ്ടാവാകുന്നു എന്ന് കാണുന്നു. 3 യഹോവയുടെ വചനം സ്തോത്രം സൃഷ്ടാവാകുന്നു എന്ന് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വാക്യം വരെയും വായിക്കുമ്പോൾ നമുക്ക് അവിടെ യേശുക്രിസ്തു ആകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. ഇങ്ങനെ നാം വായിച്ച് വന്ന ശേഷം നമുക്ക് കാണുന്നു, അതിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്നു 9. ഇങ്ങനെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അവൻ വെളിച്ചമായി, യോഹന്നാനെ കുറിച്ച് പറഞ്ഞാൽ അവൻ വെളിച്ചമായിരുന്നില്ല, എന്നാൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്ന, ലോകമോ അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ നമുക്ക് എന്നിട്ട് പറയുകയാണ് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ യോഹന്നാൻ്റെ എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുവാണ് സൃഷ്ടിച്ചു എന്നതാണ്. ധാരാളം നമുക്ക് ലേഖനങ്ങളിലൂടെയൊക്കെയും ചിന്തിക്കേണ്ടതുണ്ട്.
അവൻ വെളിച്ചമായിരുന്നില്ല, യേശു വെളിച്ചമാകുന്നു. അവിടെ പറഞ്ഞു സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നാണ്. അപ്പോൾ അവൻ വെളിച്ചമായിരിക്കുന്നു. ആര്? അവൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 28 നാം വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് നിങ്ങൾ അറിയും എന്നാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് അവൻ. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ വെളിച്ചമായിരുന്നു. അവനാദിയിലുണ്ടായിരുന്നു, വചനമായിരുന്നു. വചനം ദൈവത്തോടു കൂടെ, വചനം ദൈവമായിരുന്നു. അപ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ ഇതിലെ സകല സൈന്യവും ഉളവായി. അപ്പം സകലതും ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ വചനം ദൈവമാണ്, ദൈവം സൃഷ്ടികർത്താവാകുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നാം ചിന്തിക്കുന്നതായ കാര്യം, ദൈവമാണ് സൃഷ്ടിച്ചു, ആത്മാവ് സൃഷ്ടിച്ചു, വചനം സൃഷ്ടിച്ചു, യേശു സൃഷ്ടിച്ചു എന്നൊക്കെയും പറയുമ്പോൾ ഇത് ത്രിയേകമാകുമോ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വചനം ജഡമായി തീർന്നതാണ്. ഇബ്രായലേഖനം 2-ാം അധ്യായം 14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ആയിത്തീർന്നു. അപ്പോൾ ജഡം എടുത്തു ദൈവം. ആര്? അവൻ. എന്നാൽ നാം ചിന്തിക്കുന്നു, വീണ്ടും ചിന്തിക്കുമ്പോൾ 136-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു ദൈവമെന്ന് കാണുന്നു. ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8 അവൻ തനിച്ച ആകാശത്തെ വിരിക്കുന്നു എന്ന് കാണുന്നു. യെശയ്യാപ്രവചനത്തിൻ്റെ 44:6-8 വായിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ രാജാവാകുന്നു, അവനാണ് വീണ്ടെടുപ്പുകാരനായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അപ്പോൾ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവയാണ് ആദ്യനും അന്ത്യനും, അല്ലാതെ വേറൊരുവനില്ല എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവനാദ്യനും അന്ത്യനുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 2 ആദ്യനും അന്ത്യനുമില്ല. വീണ്ടും യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 10-12 വായിക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ യെശയ്യാപ്രവചനം 44:8 കൂടെ വായിക്കുമ്പോൾ, ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല എന്ന്. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 10-12 വായിക്കുമ്പോൾ, എനിക്ക് മുൻപും പിൻപും ഒരു ദൈവവുമില്ല, ഒരു രക്ഷിതാവുമില്ല. എന്നാൽ യേശു പിൻപ് രക്ഷിതാവായി വരുന്നു എന്നുള്ളത്, അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അപ്പം രക്ഷിതാവായി കർത്താവായ യേശു ക്രിസ്തു പിൻപായി കാണുന്നു. ഇവിടെ പറയുന്നു, എനിക്ക് മുൻപും പിൻപും ഒരു ദൈവമില്ല, ഒരു രക്ഷിതാവും ഇല്ല. 42-ാം അധ്യായം ആകാശം ഭൂമിയും ഒക്കെയും യഹോവ സൃഷ്ടിച്ചു. 37, 16, 40, 28 വായിക്കുക. യെശയ്യാപ്രവചനത്തിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, യഹോവയായ ഞാൻ സകലതുമുണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുന്നു, ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു, ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. 40:22 വായിക്കുന്നു, നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, തുല്യനാക്കുമെന്ന്
പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ, ഞാനല്ലാതെ ഒരു രക്ഷകനില്ല, രക്ഷിതാവില്ല, സൃഷ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്നോടുകൂടെ ആർ ഉണ്ടായിരുന്നു എന്ന് സ്തോത്രം ചോദിക്കുന്നു. യേശുവിനെ യഹൂദന്മാർ കൊല്ലുവാനായി കാര്യമായി എടുത്ത ഒരു വലിയ കാരണം, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കി, തുല്യനാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ നാം നമ്മിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? ദൈവം അല്ലെങ്കിൽ സൃഷ്ടാക്കന്മാരിൽ ഒരുവനാണോ? അല്ലെങ്കിൽ സൃഷ്ടാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന ഒരു ദൈവമാണോ? ആവർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഏകനെന്നുള്ളതായിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. കർത്താവ് പറഞ്ഞ ഏകസത്യ ദൈവമായി നിന്നെ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ഇവിടെയെല്ലാം നാം കാണുന്നത് കർത്താവായ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെന്ന് ക്രിസ്തു യേശു പറയുകയുണ്ടായി. ദൈവം ഏകനാകുന്നു എന്നുള്ളത്. ആ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ എന്തായിരിക്കാം ഇവിടെ നാം, നമ്മിൽ എന്നൊക്കെയും പറയുമ്പോൾ അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ ദൈവങ്ങളുടെ സംഗമമോ അതെയോ ഒരു ദൈവം തന്നെയോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം വായിച്ചു, ഒന്ന് ദൈവം സൃഷ്ടിച്ചു, ആത്മാവ് സൃഷ്ടിച്ചു, വചനം സൃഷ്ടിച്ചു, യേശുക്രിസ്തു സൃഷ്ടിച്ചു. സ്തോത്രം. അപ്പോൾ സൃഷ്ടാക്കന്മാർ ഇല്ല എന്ന് മറ്റു തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കി ഏകസത്യ ദൈവം എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് ഈ വെളിപ്പാട് ലഭിക്കും. ദൈവം ഏകനോ, അതേ ത്രിയേകനോ. ഏകനെങ്കിൽ ഏകനിൽ പുത്രനും ആത്മാവുമുണ്ട്. അപ്പോൾ നമുക്ക് സൃഷ്ടിയുടെ സദൃശ്യവാക്യങ്ങളൊക്കെയും ജോബിൻ്റെ പുസ്തകമൊക്കെ വെച്ചുകൊണ്ട് ദൈവപുത്രന്മാർ ആര് ആണ് എന്ന് നമുക്ക് വിശകലനമായി പഠിക്കേണ്ടതുണ്ട്. എവിടെയെല്ലാം രൂപം ദൈവം എടുക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എങ്കിലും ദൈവം പലപ്പോഴും മനുഷ്യപുത്രൻ്റെ സാദൃശ്യത്തിൽ വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് യഹോവയായ ദൈവമാണ് സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ യഹോവയായ ദൈവത്തോട് സമനായി ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാം നമ്മിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് അങ്ങനെ പറയുന്നത് കൊണ്ട് ഇങ്ങനെയൊരു അർത്ഥം വരുമോ ത്രിയേകൻ എന്ന്? സ്തോത്രം. ബൈബിളിലില്ലാത്ത
പദങ്ങളെ എടുത്തുകൊണ്ട് നമ്മുടെ ചിന്താധാരകൾ, നമ്മളുടെ അറിവുകൾ ഇങ്ങനെയായിരിക്കാമെന്നൊക്കെയും ചിന്തിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിലും പിതാവിനിലുമാകുന്നു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പി. അപ്പോൾ ദൈവവുമായിട്ടുള്ള പ്രവൃത്തി നിമിത്തം കളെ താരതമ്യം ചെയ്ത് താരതമ്യത്തിലൂടെ നമുക്ക് അവൻ തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ മർമ്മങ്ങൾ, ഈ സത്യങ്ങൾ അവർക്കന്ന് വെളിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തി ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. അതുകൊണ്ട് വലിയതായ ഒരു നല്ല സബ്ജക്റ്റാണിത്. വളരെ പ്രധാനപ്പെട്ട ദൈവിക ആലോചനയാണ്. ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി, ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8 നാം വായിക്കുന്നു, യഹോവ തിരമാലകളുടെ മേൽ നടക്കുന്നു. ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 15 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് 4-ാം യാമത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കടലിന് മീതെ നടന്നു. ഞാൻ പിതാവിലും പിതാവെന്നിലുമെന്ന എൻ്റെ പ്രവൃത്തികളെ ഒന്ന് വിശ്വസിക്കും. ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും, യഹോവയുടെ വചനത്താൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും, ദൈവം ആത്മാവായിരിക്കുന്ന ആത്മാവ് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ പിതാവ് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, സ്തോത്രം, അനേക സൃഷ്ടാക്കന്മാരില്ല, ദൈവമോ ഒരുവൻ മാത്രം. ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഭൂതങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. സ്തോത്രം. വിത്തിലൂടെ 2 കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പിതാവിലും പിതാവെന്നിലുമെന്ന അറിയേണ്ടതിന് വചനം, ദൈവവചനം, വിത്ത് ദൈവവചനമെന്ന് പറഞ്ഞു. ആ വചനം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണും, രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനമെന്ന് പേർ. ആ വചനം ജഡമായി തീർന്നു എന്ന് കാണുന്നു. ആ വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നു. ആയതുകൊണ്ട് ദൈവമോ ഒരുവൻ മാത്രം, ഒരു സൃഷ്ടാവേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ പല വിശ്വാസങ്ങളും ലോകത്തിലുണ്ട്. ഏകസത്യ ദൈവത്തെക്കുറിച്ച് വിവിധമായ കാഴ്ചപ്പാടിലൂടെയാണ് ലോകം വിശ്വസിക്കുന്നത്. യഹൂദൻ വിശ്വസിക്കുന്നത് പോലെയല്ല ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. ക്രൈസ്തവരിൽ തന്നെ വ്യത്യസ്തമായ വിശ്വാസ സംഹിതകളുണ്ട്. യേശുവിനെ പ്രവാചകനായിട്ടും കാണുന്നവരുണ്ട്, യേശുവിനെ മനുഷ്യനായിട്ട് കാണുന്നവരുണ്ട്. മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും മരണത്തോടുകൂടെ മാറ്റപ്പെടുകയും ചെയ്യുന്ന കേവലം ഒരു മനുഷ്യനെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്നാൽ കേവലം മനുഷ്യനാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സ്തോത്രം. അപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള വിവരണം കൊടുത്തിരിക്കുന്നു. എന്നാൽ നിനക്കെന്താണ് വെളിപ്പെട്ടത്? 1 യോഹന്നാൻ 5:20 അവൻ തന്നെയാണ് സത്യദൈവവും നിത്യജീവനും. അപ്പോൾ ദൈവപുത്രന്മാർ എന്നുള്ളതായ ഒരു വിഷയം നമുക്കറിയണം. അപ്പോൾ ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ ശരിയായി അതിൻ്റെ അർത്ഥത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ്
അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് പറഞ്ഞുകൊടുത്ത പ്രവാചക സൂക്തങ്ങൾക്ക് ആധാരമാക്കി അവൻ്റെ നാമം മൂലം പാവമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തു അവരോട് കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തു. ആത്മാവ് ഈ സത്യമാണ് അവരെ വെളിപ്പെടുത്തിയത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ സത്യത്തെ, ഈ ഏകസത്യ ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ദൈവം ധാരാളമായി കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. തുടർന്ന് നമുക്ക് ഇതിന് മുന്നോട്ടുള്ളതായ ദിവസങ്ങളിൽ നമുക്ക് കുറേശ്ശെയായി നാം നമ്മിൽ എന്നുള്ള വിഷയത്തെ ആധാരമാക്കി നമുക്ക് ചിന്തിക്കാം. ദൈവം അത്ഭുതകരമായി നമ്മളെ ഈ സത്യത്തെ വെളിപ്പെടുത്തട്ടെ. ദൈവപരിജ്ഞാനം പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഓരോരുത്തരെയും ഈ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി, നന്ദി, നന്ദി.